കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അത് അവസാനിക്കുന്നില്ല. അതോരോ പ്രഭാതത്തിലും പുതിയതാണ്. സ്നേഹം തന്നെയായ നല്ല തമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും നിന്റെ മുൻപിലേക്ക് ഞങ്ങളിത് സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. അനാഥിയിലെ പേര് ചൊല്ലി വിളിച്ച് ഓരോ മക്കളെക്കുറിച്ചും കരുതലുകളും കാക്കലുകളും, ഓരോ മക്കളെക്കുറിച്ചും പദ്ധതികളും പ്ലാനുകളും എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇന്ന് വരെ വഴി നടത്തിയ എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് ദൈവമേ, നിന്റെ മുൻപിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. കരുണയുടെ വറ്റാത്ത ഉറവിടമായ നല്ല തമ്പുരാനെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഈ നിമിഷം ഒരു പടി കൂടി ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് നമുക്ക് നിമിഷം എളിമയോടെ പ്രാർത്ഥിക്കാം. എളിമയുള്ള ഹൃദയത്തിലെ ദൈവം കടങ്ങുന്നു വരികയുള്ളൂ, എഴുന്നള്ളി വരികയുള്ളൂ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന ചിന്തയുമായി ദൈവസന്നിധാനത്തിൽ നിറകണ്ണുകളോടെ നമുക്കായിരിക്കാം. മകനെ, മകളെ, നിന്റെ കണ്ണുകൾക്ക് വിശ്രമമരുത്. ജലധാര പോലെ നിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർക്കണങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇറ്റിറ്റ് വീഴട്ടെ. അവിടുന്ന് നിന്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്ന് തമ്പുരാന്റെ വചനത്തിന് മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ഈ നിമിഷം ഒന്ന് തളച്ചിടാം. ദേവാലയത്തിലും ദൈവസന്നിധാനത്തിലും നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സ്നേഹം അത് അനുഭവിക്കാൻ നമുക്ക് ഈ നിമിഷം സാധിക്കട്ടെ എന്ന് നമുക്കുള്ളുരുകി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ മുഴുവനും നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു. ജനിച്ച് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ കാലഘട്ടം മുതൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഈ അവസ്ഥ വരെ ഞങ്ങളെ കരുതിയ, ഞങ്ങളെ പോറ്റിയ, ഞങ്ങളെ വളർത്തിയ, ഞങ്ങളെ സംരക്ഷിച്ച എല്ലാ അനുഭവങ്ങളെയും ഞങ്ങളിതാ നല്ല തമ്പുരാനെ ഒരു സ്ക്രീനിൽ വന്ന പോലെ ഞങ്ങൾ കാണുന്നു. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ, തഴക്കദോഷങ്ങളെ, ദുശീലങ്ങളെ, ബന്ധനങ്ങളെ, വേദനിച്ച് കടന്നുപോയ ദുഃഖങ്ങളെ, ദുരിതങ്ങളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ ഭാരക്കെട്ടുകൾ, ഞങ്ങളുടെ ഭാണ്ഡം ഈശോയെ നിന്റെ സന്നിധാനത്തിൽ ഞങ്ങളിതാ ഇറക്കി വയ്ക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഈ സമയം ബർത്തിമേയോസ് എന്ന അന്ധയാചകന്റെ ചരിത്രത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാം. യേശുവിനെ കാണാൻ, കണ്ണു തുറന്ന് ഒന്ന് കാണാൻ ആഗ്രഹിച്ച ബർത്തിമേയോസിനെ പോലെ നമുക്കും ഒന്ന് ആഗ്രഹിക്കാം. കർത്താവേ, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്. ബാഹ്യമായി എൻ്റെ കണ്ണുകൾക്ക് ഒത്തിരിയേറെ കാഴ്ചയുണ്ട് കർത്താവേ. എങ്കിലും എൻ്റെ ഉൾക്കണ്ണുകൾ മങ്ങിക്കിടക്കുകയാ. എൻ്റെ ഉൾക്കണ്ണുകൾക്ക് തിമിരമേറ്റിരിക്കുകയാ കർത്താവേ. എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികിൽ ഇരിക്കുകയാ. വഴിയരികിൽ ഇരിക്കുന്ന ഈ മനുഷ്യന്റെ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ബർത്തിമേയോസ് എന്ന അന്ധയാചകന്റെ മുഷിഞ്ഞ വസ്ത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മുഷിഞ്ഞു നാറുന്ന വസ്ത്രവും കയ്യിൽ വടിയും പുറത്ത് വലിയ ഫണ്ടക്കെട്ടും പേറിയിരിക്കുന്ന ഈ മനുഷ്യൻ വഴിയിൽ ഒരു തുകർത്തു വിരിച്ച് അതിൽ ദാഹത്തിനായി ഒരിറ്റാശ്വാസത്തിനായി കേഴുന്ന ആ മകനെ നമുക്ക് നോർക്കാം. ഒരു നിമിഷം നമുക്കും ഈ അന്ധയാചകനെ പോലെ ഈ നിമിഷം തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വഴിയരികിൽ അന്ധയാചകനിരിക്കുന്ന ഈ നിമിഷത്തിൽ ഈ മനുഷ്യൻ എവിടെ നിന്നോ കേൾക്കുകയാ എന്ന് ഈശോ ഈ വഴി കടന്നു പോവുക. ഈശോ കടന്നു പോകുന്നുണ്ട് എന്ന വാർത്ത കേട്ട ഉടനെ ഈ മനുഷ്യൻ ഏറെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാ, കർത്താവേ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായി എന്നിൽ കനിയണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അന്ധയാചകനെ പോലെ ഉച്ചത്തിൽ
ഉച്ചത്തിൽ ഉറക്കെ പരിസരം മുഴുവൻ മറന്ന് സർവശക്തിയും എടുത്ത് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമുക്കൊന്ന് ചേർന്ന് വിളിക്കാം. കർത്താവേ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ വിളിച്ചു പറയാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിന് പരിവർത്തനമുണ്ടാകുവാൻ, പുതിയ വിശുദ്ധിയോടെ തിരിച്ചു പോകുവാൻ, പുതിയ രൂപാന്തരം പ്രാപിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവം ഇറങ്ങി വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ എന്തായിരിക്കുന്നുവോ ഇവിടെ നിന്നും മാറി എന്റെ വിഴുപ്പുകെട്ടുകള് തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെ, എന്റെ ജീവിതത്തിന്റെ ചപ്പുചവറുകളെ, എന്റെ ജീവിതത്തിന്റെ പരിവരുത്ത മേഖലകളെ, എന്റെ ജീവിതത്തിന്റെ കൂർത്ത ഭാഗങ്ങളെ, എന്റെ ജീവിതത്തിന്റെ തിരക്കുകളെ, തിക്കുകളെ എല്ലാം തമ്പുരാന്റെ മുൻപിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഏറെ വേദനയോടെ, ഏറെ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉറക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ. കർത്താവേ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ. കർത്താവേ, പാപിയായി എന്നിൽ കനിയണമേ. കർത്താവേ, ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ. നമുക്കൊരു നിമിഷം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാം. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിച്ചുകൊണ്ട്, ദൈവമേ, എന്നെയൊന്ന് രൂപാന്തരപ്പെടുത്തണമേ, എന്നെയൊന്ന് ശക്തിപ്പെടുത്തണമേ, എൻ്റെ ഉൾക്കണ്ണുകളൊന്ന് തുറന്നു തരണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ്. അതിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അതിന്റെ ഇലകൾ എന്നും പച്ചകെടാതെ നിൽക്കും. അതൊരു കാലത്തും വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 7-ാം അധ്യായത്തില് 7-ാം തിരുവചനത്തില് നാം ഇപ്രകാരം കാണുന്നു. കർത്താവെ, ഈ നിമിഷം ഈ മക്കളുടെ ഓരോരുത്തരുടെയും മേൽ തമ്പുരാന്റെ വലിയ ശക്തി ആവസിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധയാചകൻ വഴിയരികിൽ ഇരിക്കുന്ന വഴിയരികിൽ നിന്നും യേശുവാകുന്ന ശക്തി കടന്നു വന്നപ്പോൾ തന്റെ പുറത്തെ പണ്ടകെട്ടുകളും പുറങ്കുപ്പായവും എല്ലാം വലിച്ചെറിഞ്ഞ് കണ്ണുപൊട്ടൻ ഓടുകയാ. ഈശോ വഴിയുടെ നടുവിലെത്തിയിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് കണ്ണുപൊട്ടൻ ഓടുന്നു. പ്രിയമുള്ളവരെ, നമുക്കും തമ്പുരാനെ കാണാൻ ഓടാൻ കഴിയണം. മറ്റു പലതിനും വേണ്ടി നമ്മളൊക്കെ ഓടാറുണ്ട്. അല്പമായ സ്നേഹത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ ഓടുന്നു. തിക്കും തിരക്കും കൂട്ടുന്നു. ചന്തകളിലെ പോലെ തിക്കും തിരക്കും കൂട്ടുന്ന, വെപ്രാളപ്പെടുന്ന, ആകുലപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന മനുഷ്യരാ നമ്മളെ ഓരോരുത്തരെയും ഈ നിമിഷം അവിടുത്തെ സന്നിധാനത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. എൻ്റെ കർത്താവേ, എന്നെയൊന്ന് തൊട്ടേ കർത്താവേ. ഞാനും ഒന്ന് സുഖപ്പെടട്ടെ, ഞാനും ഒന്ന് സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. എൻ്റെ മുഷിഞ്ഞു നാറിയ ഹൃദയത്തിന്റെ ചപ്പുചവറിന്റെ മേഖലകള് കർത്താവേ ഒന്ന് തൊട്ടേ, ഒന്ന് കഴുകിത്താ, ഒന്ന് കഴുകി കുളിപ്പിച്ചുതാ കർത്താവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 59-ാം അധ്യായത്തില് 19-ാം തിരുവചനത്തില് നാം ഇങ്ങനെ വായിക്കുന്നു. കർത്താവിന്റെ കാറ്റിൽ തള്ളിയലച്ചു വരുന്ന മഹാപ്രവാഹം പോലെ തിരുരക്തത്തിന്റെ അഗ്നി കൊണ്ട് നമ്മളെ എല്ലാവരെയും കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കുരിശിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന തിരിച്ചോര നമ്മുടെ എല്ലാവരുടെയും ഉച്ച മുതൽ ഉള്ളംകാൽ വരെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. കർത്താവെ, അങ്ങയെ ഒന്ന് കാണാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മുടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങളെ അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് ഒന്നൊന്നായി നമുക്ക് സമർപ്പിക്കാം. നല്ല തമ്പുരാനെ, ഇതാ എൻ്റെ ശിരസിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ തലമുടി ഇഴകൾ അത് ഒരൊന്നും പോലും കൊഴിഞ്ഞു പോയാൽ അത് അവിടുന്ന് അറിയും. കർത്താവെ, എൻ്റെ തലച്ചോറിലെ ഓരോ പ്രവർത്തനങ്ങൾ, അതിനുള്ളിലുള്ള എല്ലാ
ചലനങ്ങൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിന്റെ മുൻപിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തത്തിന്റെ ശക്തമായ അഭിഷേകത്താൽ എന്റെ തലച്ചോറിനെ മുഴുവനും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഹൃദയത്തില് വിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഈ ഹൃദയ വിശുദ്ധി വർക്കണമെങ്കിൽ നമ്മുടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെയുള്ള മുഴുവൻ ശരീരഭാഗങ്ങള് തിരുരക്തം കൊണ്ട് കഴുകപ്പെടാനായി ഏറെ ദാഹത്തോടെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. അതിനാൽ പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനാൽ പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. മനസ്സും മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ രണ്ട് കരങ്ങളും നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവിനെ എനിക്കൊന്ന് കാണണമെന്ന ദാഹത്തോടെ നമുക്കായിരിക്കാം. കർത്താവെ, ഇതാ ഞങ്ങളുടെ രണ്ട് കണ്ണുകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ കാഴ്ചയുണ്ട് കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾക്ക് അസ്വസ്ഥതയുണ്ട്. വേണ്ടാത്ത കുറെ ഇത്രയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഞങ്ങൾ കണ്ടുപോകുന്നു കർത്താവെ. വേണ്ടാത്ത ഒത്തിരിയേറെ ചിന്തകൾ ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് കടന്നു വരുന്നുണ്ട് കർത്താവെ. വേണ്ടാത്ത കാര്യങ്ങൾ ഒത്തിരിയേറെ ചെവികളിലൂടെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കർത്താവെ. ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ ചെവികളെയും ഒക്കെ ഇതാ കർത്താവെ നിന്റെ മുൻപിലേക്ക് ഞങ്ങൾ തരുന്നു. ഒന്ന് കഴുകി കുളിപ്പിച്ചതാ കർത്താവെ. ഞങ്ങളുടെ കണ്ണിലെ ഓരോ നടിഞ്ഞരമ്പുകള്, രക്തധമനികള്, കോശങ്ങള്, സെല്ലുകള്, സിരകള് എല്ലാം തിരുരക്തം കൊണ്ടൊന്ന് കഴുകിത്താ കർത്താവെ. ഞങ്ങളുടെ ചെവിയെ സമർപ്പിക്കുക കർത്താവെ. ഞങ്ങളുടെ ചെവിക്ക് കേൾവിക്കുറവുണ്ട്. ചെവി ഒരു പക്ഷേ അസ്വസ്ഥപ്പെടുന്നുണ്ടാവാം, നൊമ്പരപ്പെടുന്നുണ്ടാവാം, വേദനിക്കുന്നുണ്ടാവാം. എല്ലാം ഈശോയെ നിന്റെ മുൻപിലേക്ക് ഞങ്ങളിതാ തരുന്നു. ഞങ്ങളുടെ ചെവിയിലെ എല്ലാ നടിഞ്ഞരമ്പുകള്, രക്തധമനികള്, രോമകൂപങ്ങള്, സെല്ലുകള്, സിരകള് എല്ലാം തിരുരക്തം കൊണ്ടൊന്ന് കഴുകിത്താ കർത്താവെ. നിന്നെ ഞങ്ങളൊന്ന് കാണട്ടെ കർത്താവെ, ഒന്ന് ആസ്വദിക്കട്ടെ. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. കിരണം യേശുവിൽ നിന്നും ജ്വലിച്ചിറങ്ങുവതാകട്ടെ. കിരണം യേശുവിൽ നിന്നും ജ്വലിച്ചിറങ്ങുവതാകട്ടെ. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം.
മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. കർത്താവേ, ഞങ്ങളുടെ നാവിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. നാവ് തീയാണ്, അത് അനേകരെ കൊല്ലും, നശിപ്പിക്കും. കർത്താവേ, ഞങ്ങളുടെ നാവിലൂടെ ഞങ്ങൾ പറഞ്ഞുപോയ ഒത്തിരിയേറെ ദുഷിച്ച വാക്കുകളുണ്ട്. കർത്താവേ, നിന്നെ പറയണ്ട, നിന്റെ കാര്യം മാത്രം സംസാരിക്കേണ്ട ഞങ്ങളുടെ നാവിലൂടെ ഒത്തിരിയേറെ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരിയേറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളെ ഒന്ന് കണ്ടേ കർത്താവേ, ഞങ്ങളുടെ നാവിലെ മുഴുവനും തിരുരക്തം കൊണ്ട് കഴുകിത്താ കർത്താവേ. ഞങ്ങളുടെ തൊണ്ട ഈശോയെ നിന്നെ സംസാരിക്കാൻ, നിനക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ഞങ്ങളുടെ തൊണ്ടയിലൂടെ വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കർത്താവേ, എല്ലാം ഈ നിമിഷം ഒന്ന് കഴുകിത്താ കർത്താവേ, ഒന്ന് കുളിപ്പിച്ചുത്താ. ഞങ്ങളുടെ ഹൃദയത്തെ ഇതാ കർത്താവെ സമർപ്പിക്കുന്നു. നിന്നെ ആസ്വദിക്കാൻ, നിനക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ട ഞങ്ങളുടെ ഹൃദയത്തിന്റെ അറകള്, ബൾബുകള്, സെല്ലുകള്, സിരകള് എല്ലാം ഇതാ ഈശോയെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹൃദയത്തിന്റെ വേദനകൾ മൂലം കഷ്ടപ്പെടുന്നവരെ മുഴുവനും ഈ നിമിഷം ഓർക്കുന്നു. കർത്താവെ, എല്ലാവരെയും തിരുരക്തത്തിന്റെ വലിയ കവചം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ചെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. ഈശോയെ, ഞങ്ങളുടെ ശ്വാസകോശത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ശ്വാസവും ജീവനുമാക്കി തന്ന കർത്താവേ, ഓരോ നിമിഷവും ഞങ്ങളുടെ ശ്വാസത്തെ അങ്ങ് തന്നെയാണല്ലോ ക്രമീകരിക്കുന്നത്. ഈശോയെ, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ മൂലം, രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന മക്കളെ എല്ലാവരെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. ഈശോയെ, ശ്വാസകോശത്തിലെ ഓരോ നടിഞ്ഞരമ്പുകള്, രക്തധമനികള്, കോശങ്ങള്, സെല്ലുകള്, സിരകള് എല്ലാം ഇതാ ഈശോയെ തിരുരക്തം കൊണ്ട് കഴുകണമേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരൾ, പിത്താശയം, ചെറുകുടൽ, വൻകുടൽ, ഉദരം, കൈകൾ, കാലുകൾ, കിഡ്നി എല്ലാം ഈശോയേതാ നിന്റെ മുൻപിലേക്ക് തരുന്നു. കർത്താവെ, വേദനിക്കുന്ന നിമിഷങ്ങളുണ്ട് തിരിയേറെ. കർത്താവെ, എല്ലാ അസ്ഥികളെയും സമർപ്പിക്കുന്ന കർത്താവെ, കടന്നു വരണേ കർത്താവെ, സൗഖ്യം തരണേ കർത്താവെ, ഞങ്ങളുടെ ഇടയിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണേ കർത്താവെ. കർത്താവെ, സൗഖ്യത്തിന്റെ ശക്തി ആവശ്യപ്പിക്കണമേ കർത്താവെ. ഞങ്ങളെ തള്ളിക്കളയരുതേ കർത്താവെ, ഉപേക്ഷിക്കരുതേ കർത്താവെ. എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റണേ കർത്താവെ, രോഗപീഠകൾ എടുത്തു മാറ്റണമേ, ദുഃഖ ദുരിതങ്ങൾ എടുത്തു മാറ്റണമേ, ക്ലേശങ്ങൾ എടുത്തു മാറ്റണമേ, സാമ്പത്തികമായ കടബാധ്യതകൾ എടുത്തു മാറ്റണേ കർത്താവെ. ബന്ധനങ്ങള്, നരക ദോഷങ്ങള്, ദുശീലങ്ങള് ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റി വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനം ശ്രവിക്കാൻ ഓരോ നിമിഷവും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ മടുപ്പില്ലാതിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ, ഈ നിമിഷം തന്നെ കടന്നു വരണേ കർത്താവെ. കർത്താവിൽ ശക്തി പ്രാപിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും ക്ഷണികയില്ല, എത്ര നടന്നാലും തളരുകയില്ല. ഈശോയെ, ഈ വചനത്തിന്റെ അഭിഷേകം ഈ മക്കൾക്കെല്ലാവർക്കും കൊടുക്കണമേ. ഒരിക്കലും തളരാതെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാൻ ഈ മക്കളെ പഠിപ്പിക്കണമേ കർത്താവെ. ശക്തി കൊടുക്കണമേ. കാലുബന്ധ നായയുടെ കൂട്ട് ഓരോ നിമിഷവും ഓടുവാൻ ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ. കാലുകൾക്ക് വേഗത നൽകുന്ന മൺപേടിയെ പോലെ ഓരോ നിമിഷവും ഓടുവാൻ ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ. പെരുവെള്ളത്തിൽ നിന്നും ഞാൻ നിന്നെ കോരിയെടുത്തു, ഉന്നതത്തിൽ നിന്നും കൈനീട്ടി ഞാൻ നിന്നെ രക്ഷിച്ചെടുത്തു. കർത്താവ്, ഈ നിമിഷം ഈ മക്കളെ ഓരോരുത്തരെയും പെരുവെള്ളത്തിൽ നിന്നും കോരിയെടുത്ത് സംരക്ഷിച്ചെടുത്ത് അനുഗ്രഹിച്ച നിമിഷത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, ഈ കൂട്ടായ്മയിൽ, ഈ ഭവനത്തിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും, ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാതെ വിഷമിച്ച് കഴിയുന്ന ഓരോരുത്തരെയും ഈ നിമിഷം ഓർക്കുകയാണ്. പലതരത്തില് രോഗപീഠകൾ അനുഭവിച്ച് കഴിയുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു.
കർത്താവെ എല്ലാവരെയും തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പൊതിഞ്ഞ് സംരക്ഷിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പഴക്കദോഷങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും ദുശാഠ്യങ്ങളിൽ നിന്നും പിടിവാശികളിൽ നിന്നും ആസക്തികളിൽ നിന്നും എല്ലാം മോചനം കൊടുത്ത് എല്ലാവരെയും തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഹൃദയത്തില് യേശുവിനെ കാണാനുള്ള ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനാൽ പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. നമുക്കൊരു നിമിഷം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചിന്തയെയും ബുദ്ധിയെയും ഓർമ്മയെയും വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളെയും എല്ലാം ഇതാ നല്ല തമ്പുരാനെ നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന നൊമ്പരത്തിൻ്റെയും വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ദുഃഖദുരിതങ്ങളുടെയും ഒക്കെ പട്ടികകൾ ഈ നിമിഷം നമുക്ക് നിരത്താം. പരാതികളുടെ വേവലാതികളുടെ ആകുലതകളുടെയൊക്കെ പട്ടിക ഇതാ കർത്താവെ നിന്റെ മുൻപിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഭാരങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ രോധനങ്ങളും എൻ്റെ നെടുവീർപ്പുകളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് മുൻപിൽ കുരിശിൽ കിടക്കുന്ന എൻ്റെ തമ്പുരാന്റെ മുൻപിൽ നമുക്കിതെല്ലാം ഒന്ന് എടുത്തു വയ്ക്കാം. തമ്പുരാന്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്കൊന്ന് കിടക്കാം. ദൈവമേ, ആ തിരുമുറിവിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ഒരു തുള്ളി ചോര എൻ്റെ കർത്താവേ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുകി 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 എന്നെ മുഴുവനും കഴുകിത്താ. ഈ നിമിഷം തന്നെ കഴുകിത്താ കർത്താവേ. എന്നെ വിശുദ്ധീകരിച്ച് കർത്താവേ. എന്നെ കഴുകി കുളിപ്പിച്ച് കർത്താവേ. പുതിയ വ്യക്തിയാക്കി കർത്താവേ. പുതിയ ഹൃദയം കർത്താവേ. പുതിയ ചൈതന്യം കർത്താവേ. എൻ്റെ എല്ലാ വേദനകളും എടുത്തു മാറ്റി കർത്താവേ. എന്നെ നല്ലപോലെ ഒന്ന് കണ്ട് എൻ്റെ ചിന്തകളെ എല്ലാം മാറ്റി കർത്താവേ. ഒത്തിരിയേറെ കുറ്റപ്പെടുത്തുന്ന ചിന്തകളായ എൻ്റെ മനസ്സിൽ മുഴുവൻ, ഒത്തിരിയേറെ നൊമ്പരങ്ങളായ എൻ്റെ മനസ്സ് മുഴുവൻ കർത്താവേ. രോഗങ്ങൾ ഒരു വശത്ത് പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങൾ കർത്താവേ എല്ലാം ഇതാ നിനക്കായി തരുന്നു. നീ എല്ലാം ഏറ്റെടുത്തേ കർത്താവേ. എല്ലാം ഏറ്റെടുക്കുക കർത്താവേ. കർത്താവേ കർത്താവേ എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ വേദനകളൊന്ന് എടുത്തു മാറ്റിത്താ കർത്താവേ. എനിക്കൊന്ന് സൗഖ്യം കർത്താവേ. എന്നെ ഒന്ന് കുളിപ്പിച്ചു കർത്താവേ. എൻ്റെ ദുഃഖങ്ങളൊന്ന് എടുത്തു മാറ്റിത്താ കർത്താവേ. മക്കളെയോർത്തുള്ള വേവലാതികളൊന്ന് എടുത്തു മാറ്റിത്താ കർത്താവേ. മാതാപിതാക്കളെയോർത്ത് നൊമ്പരപ്പെടുന്ന നിമിഷങ്ങളൊന്ന് എടുത്തു മാറ്റിത്താ കർത്താവേ. എൻ്റെ ജീവിതത്തിന്റെ ഈ ആകുലതകളൊന്ന് എടുത്തു മാറ്റിത്താ കർത്താവേ. എൻ്റെ ദുഃഖങ്ങൾ എടുത്തു മാറ്റിത്താ. എൻ്റെ കഷ്ടപ്പാടുകൾ എടുത്തു മാറ്റിത്താ. എൻ്റെ സാമ്പത്തികമായി പ്രതിസന്ധികൾ എടുത്തു മാറ്റിത്താ കർത്താവേ. എൻ്റെ കാർഷിക മേഖലയിലുള്ള എല്ലാ പ്രതിസന്ധികളും ഒന്ന് എടുത്തു മാറ്റിത്താ കർത്താവേ. എൻ്റെ ബിസിനസ് മേഖലയിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ എടുത്തു മാറ്റിത്താ കർത്താവേ. കർത്താവേ കർത്താവേ എൻ്റെ കർത്താവേ. കർത്താവായ ദൈവമേ, അങ്ങേ തിരുനാമത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും തിരുക്കുരിശിൻ്റെയും തിരുമറവിൻ്റെയും ശക്തമായ അഭിഷേകത്താലും മാതാവിൻ്റെ രക്തക്കണ്ണുനീരിൻ്റെ യോഗ്യതയാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലും ഈ നിമിഷം വരെ ഈ മക്കളെ ഓരോരുത്തരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും ആകുലതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഇവർക്കെല്ലാവർക്കും മോചനം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഈ നിമിഷം വരെ നല്ല തമ്പുരാൻ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെ, കൃപകളെ ഓർത്ത് മടുപ്പില്ലാതെ ദാഹത്തോടെ തീഷ്ണതയോടെ ഉച്ചസ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ മക്കളെ എല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണേ കർത്താവേ. എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റട്ടെ. യേശുനാമത്തിൽ സൗഖ്യം ലഭിക്കട്ടെ. സകല ദോഷങ്ങൾ വിട്ടുമാറി പോകട്ടെ. യേശുനാമത്തിൽ എല്ലാ ആശ്ചര്യം പോകട്ടെ. യേശുനാമത്തിൽ അതിന്റെ കൃപ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ. എല്ലാ വേഗതകളിലേക്കും തടസ്സങ്ങളിലേക്കും രോഗപീഠങ്ങളിലേക്കും സൗഖ്യം വഹിക്കട്ടെ. യേശുവേ കടന്നു വരണമേ. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ. ഈ മക്കളിലേക്ക് കടന്നു വരണമേ. സൗഖ്യത്തിന്റെ ആത്മാവെ കടന്നു വരണമേ. വേദനയ്ക്കുന്ന എല്ലാ നിമിഷങ്ങളിൽ നിന്നും മോചനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവ് നിന്നിൽ ആശ്രയിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. നിന്നെയൊന്ന് കാണാനുള്ള കൃപ തരക്കണമേ. കർത്താവെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ. ഹൃദയത്തിലെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കണേ കർത്താവെ. ഒത്തിരിയേറെ ശാന്തത തരണമേ കർത്താവെ. സമാധാനം തരണമേ. ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ വിട്ടുപോകട്ടെ. വേദനയ്ക്കുന്ന അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. കൈകാലുകളുടെ വേദനകൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ നമ്പറുകൾ വിട്ടുപോകട്ടെ. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. കണ്ണിന്റെ കാഴ്ചക്കുറവുകൾ വിട്ടുപോകട്ടെ. ചെവിയുടെ കേൾവികളും ഈ നിമിഷം മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. കൂടെ കൂടിയുണ്ടാകുന്ന തലവേദന യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കൈകളുടെയും കാലുകളുടെയും വേദനകൾ വിട്ടുപോകട്ടെ. യേശുവേ കടന്നു വരണമേ. യേശുവേ യേശുവേ യേശു യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശു യേശു യേശു. യേശുവേ യേശു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിന്റെ സ്തുതിക്കാണ് ഉയരണമേ. യേശുവേ യേശു മടുപ്പില്ലാതെ നിന്റെ സ്തുതിക്കാണ് ഉയരണമേ. യേശുവേ ശാന്തി തരക്കണമേ. സമാധാനം തരക്കണമേ. വിശുദ്ധ തരക്കണമേ. യേശുവേ യേശു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ യേശു 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 യേശു. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും തന്മുൻപിൽ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. മനസ്സും മനസ്സിൻ ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും മനസ്സിൻ ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. വിശുദ്ധിതൻ തൂവെൺകിരണങ്ങൾ തൂകാൻ കഴിയണം. കിരണം യേശുവിൽ നിന്നും ജ്വലിച്ചിറങ്ങുവതാകട്ടെ. കിരണം യേശുവിൽ നിന്നും ജ്വലിച്ചിറങ്ങുവതാകട്ടെ. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. മനസ്സും മനസ്സിൻ
ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും മനസ്സിൽ ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൈമുൻപിൽ ദൈവത്തെ കാണും. നീ ചെന്നെത്തിയിടുന്നിടമെല്ലാം വിശുദ്ധി കൊണ്ടു നിറഞ്ഞിടും. 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 നീയും നിൻ തലമുറയും വിശുദ്ധരായി തീർന്നിടും. അങ്ങനെ നീയും നിൻ തലമുറയും വിശുദ്ധരായി തീർന്നിടും. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. അതിനായി പാപം വെടിയണം, ഹൃദയം ഒരുക്കണം. മനസ്സും മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. മനസ്സും മനസ്സും ചിന്തകൾ പോലും എന്നും നിർമ്മലമാക്കണം. ഹൃദയവിശുദ്ധിയുള്ളവരെല്ലാം ഭാഗ്യവാന്മാർ. അവരെന്നും കൺമുൻപിൽ ദൈവത്തെ കാണും. നമുക്ക് ശാന്തരായി കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷമായിരിക്കാം. വിശുദ്ധിയെക്കുറിച്ച് ഒത്തിരിയേറെ പറയണ്ട എന്ന് പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. വന്നപ്പോഴേ തന്നെ ഞാൻ ബേബിച്ചേട്ടനോട് പറഞ്ഞു, ഇനി ഞാൻ ഒത്തിരി പറയേണ്ട ആവശ്യമില്ല, കാരണം പാട്ടിലെല്ലാം അടങ്ങിയിരിക്കേണ്ട. ഇനി ഒരു വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കൊച്ചുമകൾക്കും ഒക്കെ തോന്നും ഈ സിസ്റ്റർ പറയുന്ന അധികപ്പറ്റായിരിക്കുമെന്ന്. എങ്കിലും എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാനൊന്ന് കിടക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായത്തില് 8-ാം തിരുവചനത്തിലാണ് ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ഈ ഹൃദയ വിശുദ്ധി എന്ന് അല്പം മുമ്പ് നമ്മൾ കണ്ടു. ജീവിതം മുഴുവനും വിശുദ്ധീകരിക്കുമ്പോഴേ ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. എന്താണ് ഇനി ഈശോയുടെ ഇഷ്ടം? എൻ്റെ ഇഷ്ടം പലപ്പോഴും നമ്മൾ ഈശോയുടെ ഇഷ്ടമായി കാണാറുണ്ട്. എനിക്ക് പലപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നില്ലെങ്കിൽ അത് ഞാൻ വിചാരിക്കും ഈശോയുടെ ഇഷ്ടം അങ്ങനെയായിരിക്കുമെന്ന്. എനിക്ക് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു വ്യക്തി പറഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് ആദ്യമായി ഞാൻ പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒരു വ്യക്തി ഒരിക്കൽ കോതമംഗലം എന്ന പ്രദേശത്തു നിന്ന് വിളിച്ച ഒരു വ്യക്തി, ഏകദേശം 5 വർഷമായി അവരുടെ മകൻ്റെ കല്യാണം നടക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ കല്യാണം നടക്കുന്നില്ല, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമോ? സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ വേഗം സാധിച്ചു കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഫോണിൽ കൂടി തന്നെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും ആ വചനം ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് അത് പറയാം. യെശയ്യാ 45:2 തിരുവചനമാണ്. ഇതാ ഞാൻ നിനക്ക് മുൻപേ പോയി
മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം ഈ ചേഴ്ചയെ പോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലപ്പോഴുമുണ്ട്. മക്കള് പഠിക്കുന്നില്ല, ഭർത്താവിൻ്റെ മദ്യപാനം, അല്ലെങ്കിൽ കൂടെയുള്ള രോഗപീഠകള്, ശാരീരികമായ അസ്വസ്ഥതകള്, അല്ലെങ്കിൽ വീട്ടിലെ വലിയ മാതാപിതാക്കളുടെ പ്രശ്നങ്ങള്, മറ്റ് സാമ്പത്തികമായ പ്രതിസന്ധികള്, വിവാഹം നടക്കുന്നില്ലാത്ത പ്രശ്നങ്ങള്, ജോലി കിട്ടാത്ത പ്രശ്നങ്ങള്, ഇങ്ങനെ നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ കോതമംഗലത്തു നിന്നുള്ള ചേച്ചിയോട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു. ചേച്ചി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം പ്രാർത്ഥിച്ചു, എന്നെ വിളിച്ചു, സിസ്റ്ററെ ഒന്നുമായില്ല എന്ന്. വീണ്ടും ഞാൻ പറഞ്ഞു, 3 മാസമല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, അപ്പോൾ 3 മാസം തന്നെ പ്രാർത്ഥിക്കുക. അടുത്ത മാസം ഏകദേശം ഒരു 1.5 മാസമായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ കല്യാണം ആയി. 5 വർഷമായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കല്യാണം നടക്കാത്തത് സിസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് 1.5 മാസമായപ്പോൾ നടന്നു. ഞാൻ പറയില്ല സിസ്റ്ററിന്റെ അടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് കല്യാണം നടന്നു എന്ന്. കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ? ഹൃദയ വിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം കേൾക്കാൻ ഓരോ നിമിഷവും നമുക്കുള്ള തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ വിഷമങ്ങള്, പ്രയാസങ്ങള് ഒക്കെ നമ്മളെ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും അമ്മച്ചിമാരും അപ്പച്ചന്മാരും മക്കളും ഒക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മടുപ്പ്, ഉറക്കം തോന്നുന്നു, ക്ഷീണം വരുന്നു, കിടക്കാൻ തോന്നുന്നു, പ്രാർത്ഥന മുഴിപ്പിക്കാൻ പറ്റുന്നില്ല. ശരിയാ, ഹൃദയത്തിലെ വിശുദ്ധിയുണ്ടെങ്കിൽ എത്ര മടുത്താലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കില്ല. ഇപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരം എനിക്കുണ്ടായ ഒരു കൊച്ചനുഭവം നിങ്ങളോട് മുൻപേ പറയുകയാണ്. ജോസിയെ ഞാൻ വിളിച്ചിരുന്നു വൈകുന്നേരം. ഞാൻ തന്നെയുള്ളൂ പോരാൻ. എനിക്കൊരു കൂട്ടും കിട്ടിയില്ല. സാധാരണ കർമ്മലീത്തക്കാർ ഒറ്റയ്ക്ക് നടക്കാറില്ല. എന്തോ തമ്പുരാന്റെ കൃപ കൊണ്ട് എന്തോ ആയിരിക്കാം ഒറ്റയ്ക്ക് നടക്കാനായിട്ട് എന്നോട് പറഞ്ഞു. എന്തായാലും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൗൺസിലർ എന്നോട് പറഞ്ഞു, മരിയ സിസ്റ്റർ ഒറ്റയ്ക്ക് പോയാൽ മതി, പേടിയുണ്ടോ? എനിക്ക് ആരെയും പേടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ജോസിയെ വിളിച്ച് ചോദിച്ചു, പ്രാർത്ഥനയുടെ ക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ സ്തുതിപ്പുണ്ട്, കൊന്തയുണ്ട്. അപ്പം സിസ്റ്റർ പറഞ്ഞു, കൊന്തയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, വചന ടോക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ജോസി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആരാധന ആരാ നടത്തുന്നേ, ടോക്ക് ആരാ നടത്തുന്നേ? അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടും ഞാനാ. അപ്പൊ സിസ്റ്റർ മടുക്കില്ലേ? ഞാൻ മടുക്കില്ല, ഞാൻ നടത്തിയ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല സിസ്റ്ററിന്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പൊ വിശുദ്ധിയോടുകൂടി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും. 1ാം തരം അനുഭവം എനിക്കുള്ളത് കൊണ്ട് പറയുന്നതാണ്. അപ്പം എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒന്നും പിടിച്ചു വെക്കരുത്. തമ്പുരാന്റെ കരങ്ങളിലേക്ക് മുഴുവനായും വിട്ടുകൊടുത്തിട്ട് തമ്പുരാനോട് പറയണം, ഇതാ നീ എല്ലാം ഏറ്റെടുത്തു, ഞാൻ ഇതവിടെ തന്നേച്ചു പോകുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ വിഴുപ്പ് കെട്ടുകളും കൊണ്ട് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോകും, പള്ളിയിൽ പോകും. കാസയിലെല്ലാം നിക്ഷേപിച്ചിട്ട് നമ്മൾ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കാസയിൽ നിന്ന് എല്ലാം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, നിക്ഷേപിച്ചതെല്ലാം. അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉത്തരം കിട്ടാതെ പോകുന്നു. അപ്പൊ നമ്മുടെ ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ വിഴുപ്പ് കെട്ടുകള്, നമ്മുടെ ഫണ്ട് കെട്ടുകള്, ദുഃഖ ദുരിതങ്ങള്, രോഗപീഠകളൊക്കെ തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വെച്ചിട്ട് തമ്പുരാനോട് പറയണം, നീ ഏറ്റെടുക്ക്. അപ്പൊ തമ്പുരാൻ എല്ലാം ഏറ്റെടുത്തുകൊള്ളും. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്ഥാനമാനങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എനിക്ക് അതങ്ങനെ കിട്ടണം, എനിക്ക് ആഗ്രഹങ്ങൾ കിട്ടണം, അംഗീകാരം കിട്ടണം, പ്രശംസ കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാതെ അതെല്ലാം തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയായിരിക്കും? പരിഹാസങ്ങൾ, മുറിവുകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ. അയ്യോ, ഇതൊക്കെയാണല്ലോ തമ്പുരാന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തമ്പുരാന്റെ മുൻപിൽ ഇറക്കിത്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എന്ന് വിചാരിച്ച് വേദനിക്കേണ്ട. അതുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തെറ്റുകൾ മറച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ മുൻപിൽ എളിമയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും. നമ്മൾക്ക് കൂടുതൽ അഭിഷേകം കിട്ടും, കൂടുതൽ കൃപ കിട്ടും,
കൂടുതൽ ഉണർവ് കിട്ടും, കൂടുതൽ സൗഖ്യം കിട്ടും. 1 സാമുവേലിന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തില് 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ ബാഹ്യരൂപത്തിൽ കാണുന്നു, ദൈവമാകട്ടെ ആന്തരികമായ ഭാവത്തിലും ഹൃദയ ഭാവത്തിലും കാണുന്നു എന്ന്. മനുഷ്യരായ നമ്മളൊക്കെ പലപ്പോഴും ഓരോരുത്തരെയും കാണുന്നത് ഓരോ തരത്തിലാണ്. അവരങ്ങനെയാണല്ലോ, ഇവരിങ്ങനെയാണല്ലോ, ആ ചേട്ടൻ ഇങ്ങനെയാണല്ലോ, ആ ചേട്ടത്തി ഇങ്ങനെയാണല്ലോ, ആ കൊച്ചിങ്ങനെയാണല്ലോ, ആ സാറെങ്ങനെയാണല്ലോ, അച്ഛൻ അങ്ങനെയാണല്ലോ, ആ സിസ്റ്റർ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുകളിൽ കൊണ്ട് ആന്തരിക ബാഹ്യമായ ഭാവങ്ങൾ കൊണ്ട് നോക്കി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് ഹൃദയ പാപത്തിൽ ദൈവം കാണുന്നത് പോലെ അടുത്തിരിക്കുന്നവനിൽ ദൈവത്തിന്റെ ഛായ കാണാൻ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 1-ാം അധ്യായം 27-ാം തിരുവചനത്തെ പറയുന്നു: ദൈവം തന്റെ തന്നെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്തിരിക്കുന്നവരെല്ലാവരെയും ഒന്ന് നോക്കിക്കേ. മനുഷ്യന് തന്നെ ഛായയിലാണോ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്? അതേ ദൈവത്തിന്റെ ഛായയിലാണോ ഒന്ന് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. കുറച്ചു പേരൊക്കെ ഉറക്കം വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്. ഉറക്കം തരുന്നവരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക. എല്ലാവരെയൊക്കെ ആരോടും പറയുന്ന എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അപ്പം ഇവിടെ ഇരുന്ന് ഉറങ്ങിയാൽ ഇതിനകത്തോടെ എല്ലാം കാണും. പുറം ലോകം മുഴുവൻ അറിയും നമ്മൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ടെന്നൊക്കെ. അതുകൊണ്ട് കണ്ണുകളൊക്കെ അടച്ചിരിക്കുന്നവർ തുറന്നിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യനാണ്, നമ്മൾ ഉറങ്ങിപ്പോകും, ക്ഷണിച്ചു പോകും, മടുപ്പുണ്ടാവും. ദൂരയാത്ര ചെയ്ത് കഴിഞ്ഞ് വരുന്നവരല്ലേ, അതുകൊണ്ടാണ്. അപ്പം ആന്തരിക ഭാവത്തില് ദൈവം എല്ലാം കാണുന്നു, ഹൃദയഭാവത്തില് എല്ലാം കാണുന്നു. മക്കളെ, നമ്മുടെ ഹൃദയം ഒന്ന് വെട്ടിമുറിച്ച് നോക്കിയാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? അവിടെ എന്തെല്ലാം കുശുകുശുപ്പുകൾ ഉണ്ടാവും, എന്തെല്ലാം പരാജയങ്ങൾ ഉണ്ടാവാം, എന്തെല്ലാം പരാതികൾ ഉണ്ടാവാം, വ്യവലാതികൾ ഉണ്ടാവാം. അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ പറയല, ഉത്തരം പറയല, ഞാൻ പറയാം. ഉണ്ടാവും. എൻ്റെ ഹൃദയം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടിമുറിച്ച് നോക്കിയാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാം. സ്വന്തം ജീവിത വിജയത്തിന് മാത്രം ഒരിക്കലും നമ്മൾ വില കൽപ്പിക്കരുത്. അങ്ങനെ വില കൽപ്പിച്ചാല് മനുഷ്യൻ കുഞ്ഞാടിന്റെ വേഷമണിഞ്ഞ ചെന്നായ്ക്കളുടെ ഹൃദയവുമായി ജീവിക്കുന്നവരായി മാറും. നമ്മുടെ ജീവിതത്തിന് മാത്രം വില കൽപ്പിച്ചാല് മറ്റുള്ളവരെ കാണാൻ കഴിയുകയില്ല. അവരെയൊക്കെ വേദന അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ ക്രൂരമായി കണ്ടുകൊണ്ടിരിക്കും, ക്രൂരമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കും, ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കൊച്ചു മനുഷ്യന്റെ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. കൊച്ചു മനുഷ്യനല്ല, 53 വയസ്സ് പ്രായമുള്ള ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. ചെറുപ്പക്കാരെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ തുറച്ചു നോക്കുക. 53 വയസ്സുള്ള മധ്യവയസ്കന്റെ കഥ. ഈ മധ്യവയസ്കന്റെ കഥ എങ്ങനെയാണ് ആരംഭിക്കുന്നത് കൂടി നിങ്ങളോട് ഞാൻ പറയാം. ഓമശ്ശേരിയിൽ നിന്നുള്ള മനുഷ്യനാണ് അയാൾ. ഈ മനുഷ്യനെ ഞാൻ കണ്ടു, ആ ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ 24 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് 2 ദിവസം മുൻപ് ഓമശ്ശേരിയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. 24 വർഷം മുമ്പ് ഇയാൾ എന്തു തെറ്റാണ് ചെയ്തതെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അയാൾക്ക് ഒരു അനിയനും അപ്പനും അമ്മയും ഒരു ഭാര്യയുമുണ്ട്. ഒരു ഭാര്യ കേട്ടോ, ഒരു ഭാര്യയും അപ്പനും അമ്മയും ഒരനിയനും. ഈ അനിയൻ ഡൽഹിയില് മിലിറ്ററി ജോലിക്കാരനായിരുന്നു. ചേട്ടന്റെ വിവാഹത്തിന് അനിയൻ എത്താൻ സാധിച്ചില്ല, ഒഴിവ് കിട്ടിയില്ല. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, ചേട്ടന്റെ വിവാഹശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ വീട്ടിൽ വരിക. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഈ ഇസ്മായിൽ എന്ന മനുഷ്യൻ ഒരു വയറിംഗ് ജോലിക്കാരനാണ്. വീട്ടിൽ വന്ന് അപ്പനും അമ്മയും ബാപ്പയും ഉമ്മയും ഒരു ദിവസം, ബാപ്പയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായി, ബാപ്പയും ഉമ്മയും ഹോസ്പിറ്റലിലായി പോയി. അപ്പോൾ ഈ നമ്മുടെ ഉമ്മറാണ് നമ്മുടെ പട്ടാളക്കാരൻ, മറ്റേയാൾ ഇസ്മായിൽ. ഉമ്മറിനൊരാഗ്രഹം, അന്യന്റെ ഭാര്യയെ ഒന്ന് കയ്യേറ്റം ചെയ്താലോ എന്ന ഒരാഗ്രഹം. ചെറിയൊരാഗ്രഹം മാത്രം, വലിയൊരാഗ്രഹമൊന്നുമല്ല. അങ്ങനെ ഉമ്മർ ചേട്ടനും അപ്പനും അമ്മയും ഇല്ലാത്ത സമയം നോക്കി ഉമ്മർ ഇസ്മായിലിന്റെ ഭാര്യയെ ഒന്ന് സ്നേഹിച്ചു. അത്രയേ ഉള്ളൂ ചരിത്രം. പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബാക്കി ഭാഷകൾ ഞാൻ പറയണില്ല. അപ്പൊ ഈ സ്നേഹിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇസ്മായിൽ കയറി വന്നപ്പോൾ കാണുന്നത് സ്വന്തം വീടല്ലേ, അതുകൊണ്ട് വീട്ടിലാവുന്ന ആരെയും മുട്ടിയില്ല, കോളിംഗ് ബെൽ അടിച്ചില്ല, നേരെ അകത്തേക്ക് പ്രവേശിച്ചു.
ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കയറി ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ കയറി ചെന്നപ്പോൾ രണ്ടുപേരും സ്നേഹിക്കുന്ന ചരിത്രമാണ് കാണുന്നത്. ഉടനെ ഇസ്മായേലിൻ്റെ കയ്യിൽ ആകെയുള്ള ഒരേ ഒരു ആയുധം, വയറിങ്ങുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്താ സാധാരണ ഉപയോഗിക്കുന്നേ? അവരുടെ കയ്യിൽ ഒരു ടെസ്റ്റർ അല്ലേ, അത് പോക്കറ്റിൽ കുത്തിയിട്ടിരിക്കുന്ന ടെസ്റ്റർ അവർ എടുത്തു. ടെസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ഈ ടെസ്റ്റർ കൊണ്ട് ഒന്നും ആവില്ല. അപ്പോഴത്തേക്കും എല്ലാം കണ്ടു, എല്ലാം നഷ്ടമായി പോയി, എല്ലാം ചെയ്തു പോയുള്ളെന്ന കുറ്റബോധം കൊണ്ട് അനിയൻ എന്താ ചെയ്തേ? അപ്പുറത്തിരുന്ന കമ്പിപ്പാറ എടുത്തുകൊണ്ട് ചേട്ടൻ്റെ തലയ്ക്ക് ഒരൊറ്റടി. ചേട്ടൻ്റെ തലയിൽ നിന്നും രക്തം ധാരധാരയായി ചീറ്റുന്നത് കണ്ടപ്പോൾ അനിയൻ്റെ കയ്യിലിരുന്ന കമ്പിപ്പാര താഴേക്ക് വീണു. അതെടുത്ത് ചേട്ടൻ, രക്തം ചീറ്റുന്ന ചേട്ടൻ ആ കമ്പിപ്പാരയെടുത്ത് അനിയനെ അടിച്ചു കൊന്നു. ഒപ്പം തൻ്റെ സ്വന്തം ഭാര്യയും ഒപ്പം 4.5 മാസം ഗർഭിണിയായിരുന്ന തൻ്റെ കുഞ്ഞിനെയും കൊന്നു. 3 മക്കളെ കൊന്നതിൻ്റെ ജയിൽ ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വന്ന മകന്റെ ചരിത്രം മാസ്റ്റർ പറഞ്ഞ്, ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒന്നും ചിന്തിച്ചില്ല, ഒന്നും ആലോചിക്കാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ എടുത്തുചാട്ടമാ ചാടി. എന്ത് സംഭവിച്ചു? 3 ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. 24 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇന്ന് തൻ്റെ ഭാവഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് വിഷമിച്ചും വേദനിച്ചും, ഇനി ഞാൻ ഈ ഓമശ്ശേരി പ്രദേശത്ത് നിന്നാൽ ഭാര്യ വീട്ടുകാരെന്നെ കണ്ട തല്ലിക്കൊല്ലും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും വിഷമിച്ചുകൊണ്ടും വേദനിച്ചുകൊണ്ടും വട്ടായി അച്ഛൻ്റെ അടുത്തേക്ക് ശുശ്രൂഷ ചെയ്യാനായി പോകുന്ന ഒരു മകന്റെ ചരിത്രം മാത്രം. ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകൾ ഹൃദയത്തിൽ വിശുദ്ധമുള്ള ഭാവത്തോടുകൂടി ആയിരിക്കും, വിശുദ്ധമായ ചിന്തകളോടുകൂടി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിന്തകളെയെല്ലാം ക്രമീകരിക്കാനായിട്ട് തമ്പുരാന്റെ മുൻപിൽ ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കണം. സുഖജീവിതം നയിക്കുമ്പോൾ മറ്റുള്ള ചിലരുടെ ജീവിതം എന്നും കയ്പ് നിറഞ്ഞതായി തോന്നാൻ സാധ്യതയുണ്ട്. നിരാശയും ആകുലതയും പരാജയവും രോഗങ്ങളും അസമാധാനവും അവരെ കീഴ്പ്പെടുത്തും. സത്യത്തിന്റെ വഴിയിലൂടെ നടക്കാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം മാടി വിളിക്കുക. പ്രകാശത്തിലൂടെ സഞ്ചരിച്ച് ദൈവത്തിന്റെ വഴിയിൽ എത്തിച്ചേരാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തഴക്കദോഷങ്ങളെയും അന്ധകാരത്തിന്റെ മേഖലകളെയും വിഴുപ്പ് കെട്ടുകളെയും അവിടുത്തെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞ് ഇതിനോട് ഞാൻ എന്നേക്കുമായി വിട പറയുന്നു, ഇത് പറയാൻ മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവരെല്ലാം വിശുദ്ധരാകും. നമുക്ക് നേരിട്ട് പറയാം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവരെല്ലാം വിശുദ്ധരാകും. ഒന്നുകൂടി നമുക്ക് ഏറ്റു പറയാം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവരെല്ലാം വിശുദ്ധരാകും. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കി. നമ്മൾ ആരാധന നിമിഷത്തെ കണ്ടു, പാട്ടുപാടിയപ്പോൾ കണ്ടു നമ്മുടെ ഹൃദയത്തിൻ്റെ പാപഭാരങ്ങൾ, അവിടെ കയറിക്കിടക്കുന്ന തിന്മയുടെ ശക്തികളൊക്കെ. ഞാനിത് പറയുമ്പോൾ യോനാ പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. യോനാ പ്രവാചകന്റെ പ്രത്യേകത എന്താ? ആകെപ്പാടെ 4 അധ്യായങ്ങളുള്ള യോനാ പ്രവാചകന്റെ ചരിത്രം വളരെ രസകരമാണ്. യോനാ പ്രവാചകൻ എന്ന മനുഷ്യനോട് ഈശോ പറഞ്ഞു, മോനെ നീ നിനീവയിലേക്ക് പോകുക, അവിടെ ചെന്ന് അവിടെയുള്ള മനുഷ്യരെയെല്ലാം നീ ഒന്നും മാനസാന്തരപ്പെടുത്ത്, അതുങ്ങളെല്ലാം പാപത്തിൽ മുഴുകി ജീവിക്കുക എന്ന്. അപ്പൊ യോനാ പ്രവാചകൻ പറഞ്ഞു, കർത്താവേ എനിക്കിതൊന്നും പറ്റില്ല. ഒരു പക്ഷെ ഞാൻ ഈ യോനാ പ്രവാചകന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞാനും ഇങ്ങനെ പറയാറുണ്ട്, കർത്താവേ ഇതിൽ തന്നെ ഇപ്പം തന്നെ ഈ എഫാത്തയിലേക്ക് വന്നത് ക്ലാസ് എടുക്കാൻ എന്നോട് പവിത്രാസ്റ്റർ പറഞ്ഞപ്പോൾ, പവിത്രാസ്റ്റർ വലിയ ആൾക്കൂട്ടത്തിൽ ഞാൻ ഈ വ്യക്തി ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണോ? സിസ്റ്റർ എന്നോട് പറഞ്ഞു, മരിയ സിസ്റ്റർ ക്ലാസ് എടുക്കും. അതെ സിസ്റ്റർ, ഞാൻ പിള്ളേരുടെയൊക്കെ മുമ്പിൽ പ്രസംഗിക്കുന്നത് ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്ന ആളാ, അതൊക്കെ അറിയാം. പക്ഷെ എങ്കിലും എനിക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നി. പക്ഷെ എന്തോ ഇവിടെ വന്നിട്ട് ഒരു പേടിയില്ല, വിറയ്ക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു ഇതിന് മുമ്പിൽ കുറച്ച് ആളുകളെ കണ്ടിട്ടായിരിക്കും. എന്നാലും അച്ഛനെ കണ്ടപ്പോൾ ഞാൻ കയറി വന്നപ്പോഴേ ആരോട് പറഞ്ഞു, ബേബി ചേട്ടനോടാന്ന് തോന്നുന്നു, ജോൺസൺ ചേട്ടനോടൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ചാണ്ടിയച്ഛനുണ്ടോ
എന്നൊരു പേടി. കാരണം അച്ഛൻ വചനം വ്യാഖ്യാനിക്കുന്ന വ്യക്തി, വചനം ഇങ്ങനെ ഒഴുക്കില്ലാതെ പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ ഞാനിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഒരു രസം തോന്നില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ കൊച്ചു മനസ്സ് രൂപപ്പെട്ടു. അതും ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് തമ്പുരാന്റെ കൃപയും നഷ്ടമാകുമെന്ന വലിയ സത്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത്, ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ നേർവഴിക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സ്നേഹത്തോടെ മാത്രമേ സാധിക്കൂ. സ്നേഹമുണ്ടെങ്കിലേ ഒരുത്തിനെ തിരുത്താൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തിരുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹമില്ലാതെ നീ എന്നാ കാണിച്ചു വെച്ചേക്കുന്നേ, അല്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് നമ്മൾ അവിടെയും ഇവിടെയും ഇരുന്ന്, അങ്ങാടിയിലിരുന്ന്, അല്ലെങ്കിൽ കടകളിലിരുന്ന്, അവിടെ ഇരുന്ന് ഈ വ്യാപാര മേഖലകളിലിരുന്ന്, അല്ലെങ്കിൽ വീടിൻ്റെ കോണുകളിലിരുന്നൊക്കെ പ്രസംഗിച്ചാൽ പറഞ്ഞാൽ മക്കളെ, നമ്മുടെയൊക്കെ ഹൃദയ വിശുദ്ധി ചോർന്നു പോകും. ഒരിടത്തും വിശുദ്ധി ഉണ്ടാകില്ല. വിശുദ്ധിയില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് എന്താ കടന്നു വരിക? അത് പറഞ്ഞപ്പോഴേ ഒരു കൊച്ചു കഥ നിങ്ങളുടെ മുമ്പിൽ പറയാം. പിള്ളേർക്കൊക്കെ കഥയല്ലേ ഇഷ്ടം, അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കും കഥ ഇഷ്ടമാണ്. അതുകൊണ്ട് കഥ പറയാം. ഒരിക്കല് ഒരു മനുഷ്യൻ വെള്ളം കോരിക്കൊണ്ടു പോകുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അയാളുടെ തോളിൽ ഒരു വടി വെച്ച് കെട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ വെള്ളം കോരിക്കൊണ്ടു പോകുന്ന ഇങ്ങനെയൊരു വടി വെച്ച് കെട്ടിയിട്ട് രണ്ട് വശത്തും രണ്ട് തോൽക്കുടങ്ങളാണ്, രണ്ട് മൺകുടങ്ങൾ വെച്ച് കെട്ടി വെള്ളം കോരി അയാൾ പുഴയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. അയാൾ മനസ്സിലാക്കിയില്ലായിരുന്നു അയാളുടെ ഒരു കുടത്തിന് ഓട്ടയുണ്ടെന്ന്. ചെറിയ വിള്ളലുകൾ, പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിനും ഈ വിള്ളലുകൾ ഉണ്ടാവാം. അപ്പം ഈ വിള്ളലുകൾ ഉള്ളത് കൊണ്ട് ഈ മനുഷ്യൻ ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാ ദിവസവും 2 കുടം വെള്ളം കൊണ്ടുപോകും. വീട്ടിലെത്തുമ്പോൾ അത് 1.5 കുടം വെള്ളമായി മാറും. എന്തുകൊണ്ടാ? പോകുന്ന വഴി മുഴുവൻ നനഞ്ഞു പോകും. അപ്പോൾ ഒരു ദിവസം ഈ ഭൃത്യൻ യജമാനോട് പറഞ്ഞു, എന്തിനാ ഭൃത്യനല്ല, ഈ പൊട്ടിയ കുടം ഭൃത്യനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ കുടം ചുമക്കുന്നത്? ഈ ഭാരം എന്തിനാ ചുമക്കുന്നത്? അതൊന്ന് എടുത്തു മാറ്റിയിട്ട് വേറൊരു കുടം ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപിച്ചുകൂടെ എന്ന്. അപ്പോൾ ഈ ഭൃത്യൻ പറഞ്ഞ ഭാഷയാണ് നമ്മുടെയൊക്കെ ചിന്തിപ്പിക്കേണ്ടത്. അയാൾ പറഞ്ഞു, ഈ കുടം ചെയ്യുന്നത് എന്താ? പോകുന്ന വഴി മുഴുവൻ നനച്ചു പോകുന്നു. അവിടെ അതുകൊണ്ട് നല്ല പൂക്കൾ ഉണ്ടാകുന്നു, മനോഹരമായ ചെടികൾ വളരുന്നു, പുല്ലുകൾ ഉണ്ടാകുന്നു. ഈ മറ്റേ കുടം പോകുന്ന വഴി എന്ത് ചെയ്യും? നോക്കിക്കേ, ഉണങ്ങി വരണ്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ പൂക്കൾ കൊണ്ട് യജമാനന്റെ മേശ എനിക്കൊന്ന് അലങ്കരിക്കാമല്ലോ, അല്ലെങ്കിൽ തമ്പുരാന്റെ അൾത്താരി എനിക്കൊന്ന് അലങ്കരിക്കാമല്ലോ. അതുകൊണ്ട് ഈ കുടം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ കുറവുകളെയും പോറലുകളെയും തമ്പുരാന്റെ മുൻപിൽ എടുത്തു വെച്ചുകൊണ്ട് തമ്പുരാന്റെ സ്നേഹത്തിന്റെ നിറകുടങ്ങളാക്കി നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ എൻ്റെ തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്രയേറെ കച്ചകെട്ടിയിരുന്ന് വേദനിച്ചിരുന്നും ദുഃഖിച്ചിരുന്നും മറ്റുള്ളവരോട് പറഞ്ഞിട്ടും പരാതിപ്പെട്ടിട്ടും നൊമ്പരപ്പെട്ടിട്ടും ഒന്നും കാര്യമില്ല. തമ്പുരാന്റെ മുൻപിൽ നമ്മുടെ വേദനകളുടെ വിഴുപ്പുകെട്ടുകളുടെ നമ്മളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ, വേദനകളെ, ബന്ധനങ്ങളെ, തഴക്ക് ദോഷങ്ങളെ എല്ലാം എടുത്തു വെച്ച് കൊടുത്തിട്ട് തമ്പുരാന്റെ മേശ അലങ്കരിക്കാനായി വിളിക്കപ്പെട്ട ജീവിതങ്ങളാ നമ്മൾ. അതുകൊണ്ട് അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കാം. ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പങ്കുവെക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തില്, കുടുംബ ജീവിതത്തില് പലപ്പോഴും ക്ഷമിക്കാൻ, മറക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, പങ്കുവെക്കാൻ നമുക്ക് സമയമില്ല. പ്രാർത്ഥനയ്ക്ക് സമയമില്ല. മടുപ്പ, ക്ഷീണം. പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സമയമുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയം മുഴുവൻ സീരിയലിന്റെ മുമ്പിൽ, സ്ത്രീധനം, അമ്മ, അങ്ങനെ പോണു, പരിജാതം, പല ഭാഗം. ഇന്ന് എനിക്കുണ്ടായ ഒരു കൊച്ചനുഭവം പറയാം. അനുഭവം പറയുന്നതിന് വിഷമമുണ്ടോ? ഇല്ല. ഞാനൊരമ്മച്ചിയുടെ അടുത്ത് ഒരു 85 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ ചരിത്രമാണ്. ഈ അമ്മച്ചി ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ അമ്മച്ചി എന്നോട് പറയണത്, അപ്പടി ക്ഷീണമാ സിസ്റ്ററെ, അപ്പടി മടുപ്പാ, അപ്പടി തളർച്ചയാ, ഛർദ്ദിക്കാൻ വരികയാ, എനിക്ക് ക്ഷീണം കൊണ്ട് വയ്യ, ഇരിക്കപ്രതിയില്ല, കിടക്കപ്രതിയില്ല, നിക്കപ്രതിയില്ല. അമ്മച്ചിയുടെ പ്രശ്നം എന്താ? അമ്മച്ചി TV-യുടെ മുമ്പിലായിരുന്നോ ചോദിച്ചു.
ഞാൻ അങ്ങനെയൊന്നും ടി വി കണ്ടില്ല. ചോദിക്കുന്ന ചോദ്യത്തിനല്ല അമ്മച്ചി ഉത്തരം തരുന്നത്, വേറെ എനിക്ക് ഉത്തരങ്ങളൊക്കെ തരും. അപ്പം അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, ടി വി കണ്ടോ? അപ്പം മക്കൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ശ്രീധനമ്മ, അമ്മ ഇതൊക്കെയായി അമ്മച്ചി കാണുന്നേ. കൂടി വന്നാൽ യക്ഷികളെയും കാണും, ബാക്കി കുറേ കാര്യങ്ങൾ ഞാൻ ടി വി കാണാറില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്തൊക്കെയുണ്ടെന്ന്. എന്തായാലും നിങ്ങൾക്കറിയാം എന്തൊക്കെ സീരിയലുണ്ടെന്ന്. പ്രിയപ്പെട്ട ഈ അമ്മച്ചി, 85 വയസ്സ് കഴിഞ്ഞ ഈ അമ്മച്ചി, നടക്കാൻ പറ്റാത്ത അമ്മച്ചി, ഈ അമ്മച്ചി സീരിയലിൽ കണ്ടുകൊണ്ട് ഈ അസ്വസ്ഥപ്പെട്ട് ഹൃദയത്തിലെ വിശുദ്ധി ഇല്ലാതിരുന്നുണ്ട്. എന്താ കാര്യം? കൊന്ത ചൊല്ലുന്നുണ്ട്. കൊന്ത എത്ര പ്രാവശ്യം മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയാം. എത്ര കൊന്തകളാ മുറിഞ്ഞു കിടക്കുന്നതെന്നും ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇത്തിരി ശ്രദ്ധിക്കുക. പഠിക്കാൻ വേണ്ടി പുസ്തകം എഴുതി വയ്ക്കും, പപ്പമാരെയും അമ്മമാരെയും ഒക്കെ പറ്റിക്കും. പുസ്തകത്തിനകത്ത് ബാലരമ, കളിപ്പാട്ടങ്ങള്, സാധനങ്ങള് ഇരുന്ന് പഠിക്കുക. പഠിക്കുകയാണോ മോനെ? ഓ അതെ അമ്മേ, ഞാൻ പഠിക്കുക. പക്ഷെ എന്ത് പഠിക്കുന്നു എന്ന് പ്രിയപ്പെട്ട അമ്മച്ചിമാരും അപ്പച്ചന്മാരും മക്കളുടെ അടുത്ത് പോയി നിന്ന് ശ്രദ്ധിക്കണം. അടുക്കളയിൽ നിന്നുകൊണ്ട് മോനെ നീ എന്നെടുക്കുക, ഞാൻ പഠിക്കുക മമ്മി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പിള്ളേരുടെ തഴക്കദോഷം നിങ്ങൾ മാറ്റിക്കൊടുക്കണം കേട്ടോ. നിങ്ങൾ അവരുടെ മുമ്പിൽ കബളിക്കപ്പെട്ടവരായി മാറും. അതുകൊണ്ട് അതേ ജീവിതത്തിൽ നിന്നും പിള്ളേർ ഒത്തിരിയേറെ അകലെയാ. ഫോൺ പ്രിയപ്പെട്ട അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ നിന്നും നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റയൊരു കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ഫോൺ വളരെ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കാൻ പഠിക്കുക. നിങ്ങൾ ഫോൺ എടുക്കും, മക്കൾ വേണ്ടതും ഒക്കെ കാണും. അത് കണ്ടിട്ട് നല്ല രസമാണ് സ്വപ്നങ്ങൾ, നല്ല തഴക്കദോഷങ്ങളൊക്കെ പിള്ളേരിന്ന് ശീലിച്ച് ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒത്തിരിയേറെ കുഞ്ഞു മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒത്തിരിയേറെ കൊച്ചുങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു തരാമായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, മക്കളെ നല്ല വസ്ത്രങ്ങൾ കൊടുക്കാൻ പഠിപ്പിക്കുക. പലയിടത്തും തുണിയില്ലാത്തതും തുണി വെത്താത്തതും ഒക്കെയായ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പാവം മര്യാസിന് തന്നേരെ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങളതെല്ലാം ഒന്ന് ഉപേക്ഷിക്കുക. മക്കൾക്ക് എല്ലായിടവും കാണാവുന്ന വസ്ത്രങ്ങൾ കൊടുക്കാതെ എല്ലായിടവും മറച്ചു വയ്ക്കുന്ന വസ്ത്രങ്ങൾ കൊടുത്ത് നിങ്ങളവരെ വളർത്ത്. തിന്മ വിദൂരത്തല്ല, ഇതാ സാത്താൻ നിങ്ങളെ വിഴുങ്ങാൻ ഇറങ്ങി ചുറ്റി നടക്കുക. ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി മക്കളെ ശ്രദ്ധിക്കുക. വീണ്ടും നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളുടെ അയൽവാസികളുടെ വീട്ടിൽ, കുടുംബങ്ങളിൽ, സ്വന്തപ്പെട്ടവരുടെ മക്കളുടെയൊക്കെ അടുക്കിലേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കുക. എൻ്റെ കൊച്ചെവിടേക്കാ പോണേ എന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്നും പറയും, ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, ട്യൂഷനാണോ പോണേ, വേറെ വല്ല പരിപാടിക്കാണോ പോണേന്ന്. ട്യൂഷൻ ക്ലാസ്സിൽ പോണെന്ന മക്കള് കൂട്ടുകൂടി 4-5 ആൺമക്കളും 4-5 പെൺമക്കളും കൂടി കൂട്ടുകൂടി ട്യൂഷൻ ക്ലാസ്സിൽ പോകും. അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് കണക്ക് പഠിക്കാൻ പോകുകയാണെന്ന യാചേന അപ്പനെയും അമ്മയെയും പറ്റിച്ചിട്ട് മക്കളെ വീട്ടിൽ നിന്നും പൈസ വാങ്ങി വണ്ടി കയറും. എവിടേക്കാ? ടീച്ചറിൻ്റെ വീട്ടിൽ. അവിടെ പോയി കിടന്നോ കളിക്കുന്ന പേക്കൂത്തുകൾ. ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? മക്കൾ കാണിച്ചു കൊടുക്കുന്ന പേക്കൂത്തുകൾ പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല. എന്നിട്ട് മക്കള് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ അറിയണം. നമ്മുടെ അയൽവക്കത്തുള്ള സ്കൂളുകളിലൊക്കെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയണം. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ണ് തുറന്ന് നടക്ക്. കണ്ണിന് കാഴ്ചയുണ്ടായിട്ട് പോരാ, ഉൾക്കണ്ണുകൾ തുറക്കണം. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ കാണുന്നു, ദൈവമാകട്ടെ ഹൃദയ ഭാവത്തിലും. അതുകൊണ്ട് ഉൾക്കണ്ണുകൾ തുറന്ന് നമ്മുടെ മക്കളെ നോക്കണം. എവിടെയെങ്കിലും എൻ്റെ കൊച്ച് പിച്ച വെച്ചപ്പോൾ കാല് തെറ്റി വീണോ? എവിടെയെങ്കിലും എൻ്റെ കൊച്ചിന് പരാജയം സംഭവിച്ചോ? വിലങ്ങാട് ഇടവകയിൽ നിന്നും ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ, നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി. ഒന്നേ നോക്കുള്ളൂ എൻ്റെ മുഖത്തേക്ക്, അത്ര സൗന്ദര്യമാണ്. പക്ഷേ പെൺകുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടിക്ക് പേടിയാണ്. ഭയങ്കരമായ പേടിയായിട്ടാണ് ഈ കുട്ടിയെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാനായി കടന്നു വരിക. പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മയുടെ ആങ്ങളയുടെ
തിരിഞ്ഞു നോക്കണം കേട്ടോ. അമ്മയുടെ ആങ്ങളയുടെ മകന്റെ മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയെ ദുരുപയോഗിച്ചു. കുട്ടി നല്ല പാട്ടുകാരി, നന്നായിട്ട് ഡാൻസ് കളിക്കും. ഇന്ന് കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് സിസ്റ്റർ പറയില്ല കേട്ടോ. എല്ലാ കുട്ടികളും അങ്ങനെയല്ല. പക്ഷെ തിരിഞ്ഞു നോക്കണം. നമ്മുടെ കുട്ടികളെ നോക്കണം. വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കുക, അവരുടെ സംസാരത്തെ ശ്രദ്ധിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു കണ്ണുണ്ടാവണം. എത്ര മാതാപിതാക്കളുണ്ട് ഇതിനകത്ത്. എൻ്റെ കൊച്ചൊന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ അതിനെയൊന്ന് കാത്തു നിൽക്കാൻ നിൽക്കുന്നവര്. തിരക്കാ നമുക്കൊക്കെ, എല്ലാവർക്കും തിരക്കാ. അധ്യാപകർക്ക് തിരക്ക്, വീട്ടുജോലിക്കാർക്ക് തിരക്ക്. അവരോട് മക്കളെ എന്നതായിരുന്നു പഠിപ്പിച്ച് എന്ന് ചോദിക്കാൻ പറ്റണില്ല. അവിടെ എല്ലാവരോടും സിസ്റ്റർ ഒരു കാര്യം മാത്രം പറയുന്നു. നിങ്ങൾ തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന സമയമില്ല, അതുകൊണ്ട് സാരമില്ല. നാളെ മുതൽ അല്ലേ, നാളെ എന്ന് പറഞ്ഞ് ഒരു കാര്യവും നീട്ടുവെക്കരുത്. അതാര് കൊണ്ടുവരുന്നതാ? പിശാച് കൊണ്ടുവരുന്നു. മക്കളെ പഠിച്ചോ? നാളെ പഠിക്കാം മമ്മി, നാളെ കഴിഞ്ഞ് പിന്നെ സമയമുണ്ട്. അങ്ങനെ നാളെ പോയി കുറേ നാളുകൾ കഴിയും. അങ്ങനെയാ. അപ്പം നാളെ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാ കുട്ടികളെയും സ്വന്തം വസ്ത്രം കഴുകാൻ പഠിപ്പിക്കണം. ഷാ മുതൽ ഷാ വരെ എല്ലാ വസ്ത്രങ്ങളും അവരെ കൊണ്ട് കഴിയിപ്പിക്കാൻ പഠിപ്പിക്കണം. ഇന്ന് മാതാപിതാക്കൾ കുട്ടികളെ ഒരു പണിയും എടുക്കാൻ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും ഹൃദയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ കുട്ടിക്കും ഹൃദയ വിശുദ്ധി ഇന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് വ്യക്തമായ ഒരു ടൈം ടേബിൾ കൊടുത്ത് ആ കുട്ടി പഠിക്കുന്നുണ്ടോ അവരൊരു റൂമിലിരുന്ന് ഉറക്ക വായിക്കാൻ പഠിപ്പിക്കണം. പിള്ളേർക്കൊന്നും മലയാളം വായിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല, ഹിന്ദി വായിക്കാൻ അറിയത്തില്ല. അപ്പൊക്കെ വായിക്കാൻ പഠിപ്പിക്കണം. മാതാപിതാക്കളുടെ കടമയെ ഞാൻ പറയുന്നത്. മൂന്നാമത്തെ കാര്യം മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞു. കുരിശ് വര ഇതാണ് ഇന്ന് പിള്ളേരുടെ. അപ്പൊ കുരിശ് വരപ്പിക്കാൻ പഠിപ്പിക്കണം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ എന്ന വാക്ക് കൃത്യമായിട്ടും എഴുതി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങളെ. ആദ്യ കുർബാന സ്വീകരണത്തിന് മാത്രം പഠിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറ്റരുതേ. അപ്പം ഹൃദയത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം കുരിശ് വരയ്ക്കാൻ മുതൽ പഠിപ്പിക്കണം. കുടുംബ പ്രാർത്ഥന ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ജോഷുവ, ഇന്ന് മുതൽ ഇവിടെ എല്ലാ പ്രാർത്ഥനകളും കുഞ്ഞുങ്ങളായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഒരു ബൈബിൾ ഭാഗം പിള്ളേരെ കൊണ്ട് തന്നെ വായിപ്പിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തം അടുത്തത് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അത്താഴം എല്ലാവർക്കും കൊടുക്കുമ്പോൾ സമയത്ത് അപ്പനും അമ്മയും, അപ്പൻ അങ്ങാടിയിലാകരുത്, മദ്യപാനത്തിന്റെ ഷോപ്പിലാകരുത്, അമ്മ ചെടിച്ചോട്ടിലാകരുത്. ചെടി നനയ്ക്കുന്ന സമയം ചില കുഞ്ഞുങ്ങൾ പറയാറുണ്ട് അമ്മ അപ്പോഴാണ് പയറുതോട്ടം നനയ്ക്കാൻ പോണെന്ന്. ആ സമയത്ത് പയറുതോട്ടം നനയ്ക്കണ്ട. അത് നേരത്തെ സമയം കണ്ടെത്തുക, പയറുതോട്ടം നനയ്ക്കുക, അടുക്കളയിലെ ജോലിയൊക്കെ എല്ലാവരും മുമ്പ് തീർക്കുക. അപ്പനും അമ്മയും മക്കളും കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് അന്നത്തെ ദിവസങ്ങളൊക്കെ പറയുക. അപ്പനും ചോദിക്കണം, മകള് പറയണം, മകൻ പറയണം, അമ്മ ചോദിക്കണം. വിശേഷങ്ങൾ മുഴുവൻ ചോദിച്ചറിയണം. എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ സമയം ഇതെല്ലാം കഴിഞ്ഞ് മക്കളെ പഠിക്കാനായി പറഞ്ഞു വിടണം. ഒരു കുട്ടിയെയും ഭക്ഷണം കഴിഞ്ഞ് ഉടനെ കിടത്തി ഉറക്കരുത്. പിന്നെ അവരൊക്കെ ബെഡാഭാഗങ്ങളായിട്ട് തിരിച്ചു വരും. വലിയ മനുഷ്യരായിട്ട്, ചെറിയ മനുഷ്യരായിരിക്കും, പക്ഷെ വലിയ ശരീരമായിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് കിടന്നുറങ്ങാൻ ആരെയും അനുവദിക്കരുത്. 10 മണി വരെ കുഞ്ഞുങ്ങളെ കിടന്ന് ഉറക്കാൻ 10 മണിക്ക് ശേഷമേ കിടന്നുറങ്ങാൻ അനുവദിക്കാവുള്ളൂ. രാവിലെ 5-5:30 കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മണി വരെ കിടന്നുറങ്ങുന്ന മക്കള് ഇന്നിവിടെയുണ്ട്. അതൊക്കെ മാറ്റണം. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക. ഈ മേഖലയിലെല്ലാം ഹൃദയ വിശുദ്ധി പാലിച്ചാൽ ഒത്തിരിയേറെ വൈ. ഞാൻ പിന്നീട് മരഞ്ചാട്ടി ഇടവകയിൽ വരും. ഈ എഫാത്തെ കൂട്ടായ്മയിൽ ദൈവം അനുഗ്രഹിച്ചാൽ ഇനിയും വരുമ്പോൾ ഞാൻ ചോദിക്കാം.